മസ്ജിദിനെ മായ്ച്ചു കളഞ്ഞു എന്ന ന്യൂസ് ഈവനിംഗ് ചർച്ച തുടരുകയാണ്. ശ്രീ ഷാബു പ്രസാദ് ഇവിടെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി. വേണു, നമ്മുടെ ഈ NCERT പ്രത്യേകിച്ച് ഈ +2 വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന പുസ്തകമാണത്. അതിൻ്റെ അകത്ത് അവരുടെ മനസ്സിൽ സെൻസിറ്റീവായിട്ടുള്ള ഇൻസ്റ്റിഗേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് പണ്ടേ NCERT പിന്തുടരുന്ന ഒരു രീതിയാണ്. അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ അത് ഫസൽ ഗഫൂർ സാറ് പറഞ്ഞു, ഇവിടെ 47-ൽ വിഭജനമുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അന്ന് ആ വിഭജനത്തിൽ 10 ലക്ഷത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ടു, അതിഭീകരമായ വർഗീയ കലാപങ്ങൾ നടന്നു എന്നുള്ള പരാമർശങ്ങൾ ഈ +2 വരെയുള്ള ആ പാഠപുസ്തകങ്ങളിൽ ഇല്ല. അതൊരു യാഥാർത്ഥ്യ കാര്യം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രായത്തിലുള്ള കുട്ടികളാണത്. അതുപോലെ തന്നെ ഇപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞു, എനിക്ക് ഇതിനു മുമ്പുള്ള പറയാൻ അവസരം കിട്ടിയില്ല. അതായത് 1984-ലെ സിഖ് വിരുദ്ധ കലാപം ഈ രാജ്യത്ത് നടന്ന 40 വർഷം മുമ്പ് നടന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ഭീകര സംഭവമാണത്. അതും കുട്ടികൾ പഠിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ചെറുപ്രായത്തിൽ, അതായത് കമ്മ്യൂണൽ ഇൻസ്റ്റിഗേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു NCERTയും നമ്മുടെ രാജ്യവും പിന്തുടരുന്ന ഒരു രീതിയാണത്. അത് അങ്ങനെയാണ് വേണ്ടതും. ഇതിനു മുമ്പും പണ്ടും NCERT ഇപ്പം വിഭജനത്തിനെ പറ്റി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താതിരുന്നത് ഉചിതമായ തീരുമാനമാണ്. 84-ലെ സിഖ് വിരുദ്ധ കലാപം കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത് ഉചിതമായ തീരുമാനമാണത്. അങ്ങനെയുള്ള ഒരു ഔചിത്യം മാത്രമാണിത്. അതാണ് നമ്മൾ കാണേണ്ടത്. ഇനിയിപ്പം ആ സംഭവത്തെപ്പറ്റി, ചരിത്രത്തെപ്പറ്റി വിശദമായി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ യാഥാർത്ഥ്യങ്ങളും ഡോക്യുമെൻസും എല്ലാം കിടപ്പുണ്ടല്ലോ. പക്ഷേ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ഈ രീതിയിലുള്ള അങ്ങനെയുള്ള ഈ ഇൻസ്റ്റിഗേഷന് സാധ്യതയുള്ള പരാമർശങ്ങൾ വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക എന്ന ഔചിത്യം മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ടേക്ക്. ഡോക്ടറെ, അതൊരു യുക്തിഭദ്രമായൊരു നിലപാടാണ്. പ്രത്യേകിച്ചും ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് അങ്ങ് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും പാഠപുസ്തകങ്ങളിൽ വരുന്നില്ല. ഇപ്പോൾ സിഖ് വിരുദ്ധ കലാപവും അതിപ്പോൾ വേണമെങ്കിൽ ഏറ്റവും ശക്തമായി കോൺഗ്രസിനെതിരെ ആയുധമാക്കാവുന്നതാണ് BJPക്ക്. അതും ഉണ്ടായിട്ടില്ല. അത് ഞാൻ തന്നെ പറഞ്ഞല്ലോ. അത് പറയാതിരിക്കരുത്. അത് പറയുമ്പോൾ എന്ത് വാക്കുകളോട് ഉപയോഗിക്കുന്നു, അത് സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് സൈഡിലായിരിക്കാൻ പാടില്ല. അത്രമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അത് ഞാൻ ചോദിക്കട്ടെ, ഹിറോഷിമയിലെ ബോംബിട്ട് ഇതല്ലേ അത് നമ്മൾ പറയുമോ അത് വേണ്ട കുട്ടികളെ അവിടെയുള്ള ജപ്പാൻകാർക്കൊക്കെ അമേരിക്കക്കാരോട് വിരോധവും മറിച്ചുണ്ടായിട്ടില്ല. ഞാൻ ഹിറോഷിമ പോയപ്പോൾ അവിടെ ഹിറോഷിമ മ്യൂസിയത്തിൽ ഞാൻ പോയപ്പോൾ അവിടെ നിൽക്കുന്ന ജപ്പാൻകാരൊക്കെ വളരെ ലോഹ്യത്തിൽ നിൽക്കുന്ന അമേരിക്കക്കാരായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പണ്ട് ഇതൊക്കെ ചെയ്തതിനെ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അവർ അതൊക്കെ പഴയ ചരിത്രത്തിൽ 19 കൊല്ലം മുമ്പ് നടന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ അവർ വിട്ട്. അപ്പോൾ അതുമായി നമ്മൾ ചരിത്രത്തിനെ പുറോട്ട് കൊണ്ടുപോയിട്ട് മുറിവുകൾ വീണ്ടും സൃഷ്ടിക്കരുത് എന്നുള്ള മാന്തി സൃഷ്ടിക്കരുത് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഇത് വിഷയം മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണം മുഗൾ പീരീഡ് കംപ്ലീറ്റ്ലി ഇവരെടുത്ത് കളഞ്ഞു, മനസ്സിലായില്ലേ? അതേമാതിരി തന്നെ ആര്യൻ ഇൻവേഷൻ തിയറി, ആ തിയറിക്ക് എതിരായിട്ടുള്ള രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കുകൾ വരുന്നത്, മനസ്സിലായി? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇതിൽ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നം. എന്താ വെച്ചാൽ വേണു പറഞ്ഞ കാര്യം ഞാൻ എന്തോ പിൻവലിപ്പിക്കുന്നതല്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുന്നിൽ ഡാറ്റ മനസ്സിൽ നിന്ന് എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇത് എത്രയോ കൊല്ലങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. 1528 തൊട്ടിട്ടുള്ള കോടതി വിധികൾ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡാറ്റ ഇല്ലാതെ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒറ്റ വാക്കാ ഞാൻ അതിൽ വളരെ അതിരൂക്ഷമായെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ സ്ഥലം വേണ്ടെന്നാണ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഞങ്ങളത് വി ആർ അക്സെപ്റ്റിംഗ് ദി ജഡ്ജ്മെൻറ്റ് വിത്ത് എ ലോട്ട് ഓഫ് റിസർവ് ബട്ട് വി അക്സെപ്റ്റ് ഇറ്റ് എന്നുള്ള പറഞ്ഞു. അപ്പോൾ അതേമാതിരി ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ NCERT അത് പാഠപുസ്തകങ്ങളെല്ലാം മാറ്റി എഴുതുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ തർക്കം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റി എഴുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വിശാലമായ ക്യാൻവാസിലാണ് വേണം ഇതിനെ കാണേണ്ടത്. ഈ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്യാൻവാസ് മാത്രമല്ല, അവിടെ അനന്തരമായിട്ട് നടന്നിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ ഉദാഹരണം തന്നെ അയോധ്യ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ SP ജയിക്കുന്നു, അതിന് 100 കിലോമീറ്ററുള്ള അമേഠിയിൽ SP ജയിക്കുന്നു, അവിടുന്ന് ഒരു 80 കിലോമീറ്ററുള്ള സുൽത്താൻപൂരിലെ SP, അതായത് 4 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് അതിന് ചുറ്റും, അത് മുഴുവൻ SP ജയിക്കുന്നു.
അതിനു മുമ്പ് തന്നെ കല്യാൺ സിംഗിനെ പിരിച്ചുവിട്ടപ്പോൾ തന്നെ പിന്നെ വരുന്നത് സമാജ്വാദി പാർട്ടിയുടെ മന്ത്രിസഭയാണ് വരുന്നത്, പിന്നെ BSPയുടെ മന്ത്രിസഭ വരുന്നു. പിന്നെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് യുനാനിമസ് ആയിട്ട് അവിടെ തന്നെ ഒരു 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 ഒത്തുതീർപ്പിലെത്തി നമുക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ ഹൈന്ദവ സമുദായം തന്നെയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല രീതിയിലും. ഇപ്പം ഇത് ഏറ്റവും വലിയ സംഭവമാണല്ലോ, ഇത്രയും വലിയ ക്ഷേത്രം അവിടെ പണിതിട്ട് അവിടെ പോയിട്ട് ഒരു ദളിത്, കോൺഗ്രസിൻ്റെ ഒരു ദളിത് കാൻഡിഡേറ്റ് യാതൊരു തരത്തിലുള്ള വർഗീയമായിട്ടുള്ള പ്രചരണം ഒന്നും നടത്താതെ തന്നെ വളരെ സുഖമായിട്ട് അവിടെ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ദർ ഇസ് സംതിങ് റോങ്. അപ്പം നമ്മൾ കാണുന്നതല്ല ചരിത്രം, നമ്മൾ എഴുതുന്നതല്ല ചരിത്രം. ചരിത്രം അവിടുത്തെ ജനങ്ങൾ അവർ അനുഭവിക്കുന്നതും അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള അവരുടെ സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ചർച്ച ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ചർച്ചയുടെ ഭാഗം അതും കൂടെ വരണം. ഓരോ സ്ഥലത്തും എന്താ നടക്കുന്നത് എന്നുള്ളത്. വെറും നമ്മുടെ ഇവിടെ നിന്ന് അയോധ്യയിൽ നിന്ന് 400 കിലോമീറ്റർ അപ്പുറത്താണ് പട്ന കിടക്കുന്നത്. പട്നയിലെ ഒരു മുഖ്യമന്ത്രി, അതായത് ലാലു ആയാലും റാബ്രി ആയാലും നിതീഷ് ആയാലും മാഞ്ചി ആയാലും അവരാരും അയോധ്യക്ക് പോയിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മതം മാത്രമല്ല ഇഷ്യൂ. ഞാൻ പറഞ്ഞില്ല, മുസ്ലിങ്ങൾക്ക് ഈ ചാപ്റ്റർ കോഴ്സിലാണ്, മതമല്ല ഇഷ്യൂ. അവരാരും ഇത് മിണ്ടാകുമ്പോൾ അപ്പോൾ എന്നെ തന്നെ ചീത്ത പറയാൻ അവരോട്ട്, നിങ്ങൾ എന്തിനാ പോയിട്ട് ചർച്ചയ്ക്ക് പോയിരുന്നത്. അപ്പോൾ അതിനപ്പുറത്തോട്ട് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു, അപ്പുറത്തോട്ട് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് NCERTയിൽ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും വേറൊരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അവരെ എടുത്ത് മാറ്റും. ഞാൻ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഒക്കെ കാലഘട്ടത്തിൽ ആദ്യം BJP ഗവൺമെൻറ് കൊണ്ടുവന്ന ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവൻ കോൺഗ്രസ് ഗവൺമെൻറ് റിവൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുമാതിരി തന്നെ ഇവിടെ ഇപ്പോൾ DMK ഗവൺമെൻറ് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അവർ വേറെ രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ നിലക്ക് ആ വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിലാണ് ഈ ചർച്ച പോകേണ്ടത്. ശരി.